എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് മെഗാസ്റ്റാറിന്റെ തിരിച്ചുവരവിന്റെ സമയമാണ്. കളങ്കാവൽ ഒരുങ്ങുകയാണ് റിലീസിന്. മമ്മൂട്ടിയെ നായകനാക്കി പുതുമുഖ സംവിധായകൻ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവൽ എന്ന ചിത്രത്തിനായി പ്രതീക്ഷയോടെയാണ് ആരാധകരും പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. 8 മാസങ്ങൾക്ക് ശേഷം ബിഗ് സ്ക്രീനിൽ മമ്മൂക്ക തിരിച്ചെത്തുന്നു എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. വിനായകനും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നുണ്ട്. ഇപ്പോഴത്തെ ചിത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ഇന്ന് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. നവംബർ 27-ന് തിയേറ്ററുകളിലെത്തുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഉടൻ തന്നെ പുറത്തു വരുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് കളങ്കാവലിന്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത്. ഇന്ന് ചിത്രത്തിന്റെ ഏറ്റവും പുതിയൊരു ഒഫീഷ്യൽ പോസ്റ്റർ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ റിലീസിനോട് അനുബന്ധിച്ചുകൊണ്ടുള്ള കൗണ്ട് ഡൗൺ പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത്. ചിത്രത്തിന്റെ റിലീസിന് ഇനി 30 ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ഒരു ചിത്രം വേഫാറെ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിനെടുത്തിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രം കൂടിയാണ് കളങ്കാവൽ. ഒരു ക്രൈം ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ഈ ചിത്രത്തിന്റെ ടീസർ ഇതിനു മുമ്പ് പുറത്തു വന്നിരുന്നു. വൻപൻ അഭിപ്രായമാണ് ആ ഒരു ടീസർ നേടിയെടുത്തത്. ഇനി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ദിലീപേട്ടൻ നായകനായി എത്തുന്ന ബബ്ബയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്. ഈ വരുന്ന ഡിസംബർ 18-നാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ റിലീസ് അനൗൺസ്മെന്റ് വീഡിയോ പുറത്തു വന്നിരുന്നു. ലാലട്ടൻ അടക്കമുള്ള താരങ്ങളുടെ ഗംഭീര പ്രകടനം ചിത്രത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ ആ ഒരു വീഡിയോയിൽ ചിത്രത്തിന്റെ BGM-നെ കുറിച്ച് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ചിത്രത്തിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്തത് ഷാൻ റഹ്മാൻ ആയിരുന്നു. ഇപ്പോഴത്തെ ആ ഒരു വിമർശനങ്ങൾക്ക് പിന്നാലെ ചിത്രത്തിന്റെ മ്യൂസിക് ഡയറക്ടറെ മാറ്റിയെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പുതിയതായി ആരാണ് ചിത്രത്തിലെ മ്യൂസിക് ഡയറക്ടർ എന്ന അപ്ഡേറ്റ് ഇതുവരെ ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിട്ടില്ല. മലയാള സിനിമാ പ്രേമികളെ സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷയോടെയാണ് ഈ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ഭാഗത്തുനിന്നും ഇതുവരെ വന്ന ഓരോ അപ്ഡേറ്റുകൾക്കും അത്തരത്തിലുള്ള പ്രതികരണമാണ് പ്രേക്ഷകർക്കിടയിൽ ലഭിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞ 2 സിനിമകളുടെയും കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നിങ്ങൾ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു അപ്ഡേറ്റുമായി കാണാം.